നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ആനകൾ ഉത്സവത്തിന് നമ്മുടെ നാട്ടിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ആനയില്ലാതെ ഉത്സവം നടക്കുന്ന എത്രയോ ഗ്രാമപ്രദേശങ്ങളിലെ അമ്പലങ്ങളുണ്ടായിരുന്നു. പ്രശസ്തമായ അമ്പലങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം, തൃപ്പൂണിത്തുറ ഉത്സവം, വൈക്കത്തഷ്ടമി, ഏറ്റുമാനൂർ ഉത്സവം, ഇതിനൊക്കെ ആനകൾ നിർബന്ധമായിരുന്നു. അന്നും ഇത്ര എണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും ആനകൾ നിർബന്ധമായിരുന്നു. മറ്റുത്സവങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരാന അല്ലെങ്കിൽ ആനയില്ല, ഇങ്ങനെയൊക്കെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് ആനകളുടെ എണ്ണം കുറവ്, ആനകളെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ഇന്നത്തെ പോലെ വലിയ റോഡോ അതൊന്നുമില്ല. ഗ്രാമപ്രദേശത്തെ വഴികൾ, പാടത്തെ വരമ്പുകൾ, ഇതൊന്നും ആനയ്ക്ക് നടക്കാൻ പറ്റിയതല്ല. ആന അതിലിറങ്ങിക്കഴിഞ്ഞാൽ താന്നു പോവുകയും തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അന്ന്. അതൊക്കെ പോട്ടെ, ഇന്നിപ്പോൾ ആനകൾ ഒരു പ്രതാപത്തിൻ്റെ അടയാളമായിട്ട് മാറി. എല്ലാ അമ്പലങ്ങളിലും 5ഉം 8ഉം 10ഉം 13ഉം ആനകളൊക്കെയായി. ഒരാന മാത്രം ഉണ്ടായിരുന്ന അമ്പലത്തിൽ 9 ആനകളെ എഴുന്നള്ളിച്ചു തുടങ്ങി. അത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറി. ഉത്സവ കമ്മിറ്റിക്കാർക്ക്, ആനകൾക്ക് വലിയ പേരും പെരുമയും ഉണ്ടായി. പണ്ടും ആനകൾക്ക് പേരും പെരുമയും ഉണ്ടായിരുന്നു കേട്ടോ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ അധ്യായവും തുടങ്ങുന്നത് ഒരു ഭഗവതിയുടെ ഐതിഹ്യം വെച്ചും തീരുന്നത് ഒരു ആനയുടെ കഥ വെച്ചുമാണ്. ആ ആനകളൊക്കെ ജീവനോടെ ഉണ്ടായിരുന്നതാണ്. അതിലൊരല്പം അതിശയോക്തിയൊക്കെ കലർന്ന് ആ മനുഷ്യനുമായിട്ട് ഇടപഴകി അതിൻ്റെ കുറേ അത്ഭുത കഥകളൊക്കെ ചേർത്ത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി. അപ്പോൾ പണ്ടുകാലം മുതൽ ആനകൾ മനുഷ്യൻ്റെ ഒരു ശക്തിയായിരുന്നു, ദൗർബല്യവുമായിരുന്നു. ഇതുകൂടാതെ ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലത്ത് നിന്ന് തടി കൊണ്ടുപോകാവുന്ന പരുവത്തിൽ, പണ്ടൊക്കെ ലോറിയല്ലല്ലോ, നദിയിലൂടെ തടി കൂട്ടിക്കെട്ടി ചങ്ങാടം പോലെ ഒഴുക്കിക്കൊണ്ടുവരികയാണ് പതിവ്. അപ്പോൾ ഇതിനെല്ലാം ആനയുടെ സഹായം വേണം. ആനയ്ക്ക് ഈ തടി കാട്ടിൽ നിന്ന് വലിച്ച് നദിയിൽ വരെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെയും കാര്യം ആന ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും മനുഷ്യനുമായി താരതമ്യേന ഇണങ്ങുന്ന ഒരു മൃഗമായിട്ട് ചരിത്രത്തിൽ ആന നിൽക്കുന്നു. അനുസരണയുള്ള ആന, സ്നേഹമുള്ള ആന, ഓർമ്മയുള്ള ആന, ഓർമ്മശക്തി വളരെയധികമുള്ള ആന. ഒരു കല്ല് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ 40 വർഷം കഴിഞ്ഞ് അതേ കല്ല് കവിളിൽ നിന്നെടുത്തിട്ട് നമ്മളെ തിരിച്ചറിയുന്ന ആന. ഇങ്ങനത്തെ ആനയെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആന ഇത്രയധികം ബുദ്ധിശക്തിയുള്ള ജീവിയാണോ എന്ന് ചോദിച്ചാൽ പൊതുവെ പറഞ്ഞാൽ അല്ല. 1 or 2 ആനകൾ ചില അത്ഭുത പ്രവൃത്തികളൊക്കെ നമുക്ക് മനുഷ്യൻ ചെയ്യുന്ന പോലെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ദേഷ്യം വരികയോ ഒക്കെ ചെയ്യുന്നത് ഉണ്ടാവാം. ബട്ട് ജനറലി ആനയ്ക്ക് മനുഷ്യനേക്കാൾ ബുദ്ധിശക്തി വളരെ 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 കുറവാണ്. അതാണ് സത്യം. ആന മനുഷ്യൻ പറയുമ്പോൾ അനുസരിക്കുന്നത് ഭയം കൊണ്ടും പരിശീലനം കൊണ്ടുമാണ്. പരിശീലിപ്പിക്കുന്നതും ഭയം കൊണ്ടാണ്. ഇത് നമ്മളുടെ പൂമുള്ളി 6ാം തമ്പുരാൻ, ആ 6ാം തമ്പുരാൻ്റെ പേരിലാണ് പിന്നീട് മോഹൻലാൽ 6ാം തമ്പുരാനായിട്ട് സിനിമയൊക്കെ ഇറങ്ങിയത്. പൂമുള്ളി മനയിലെ 6ാം തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന തിരുമേനി, അദ്ദേഹം മാതംഗശാസ്ത്രം പഠിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കഴുത്തിൽ ചങ്ങല പോലും ഇല്ലാതെ ഒരു ആന വെറുതെ വിഹരിച്ചിരുന്നു. വളർത്തുന്ന ആന ആരെയും ഉപദ്രവിക്കുകയൊന്നുമില്ല. സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കും, അവിടെ പറമ്പിലൊക്കെ ചുറ്റിയൊക്കെ നടക്കും. അത്രയധികം ആനയെ പരിചയമുള്ള തിരുമേനിയായിരുന്നു പൂമുള്ളി 6ാം തമ്പുരാൻ. 6ാം തമ്പുരാൻ വർഷങ്ങൾക്ക് മുമ്പ് കലാകൗമുദിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചു, ആന മനുഷ്യനെ അനുസരിക്കുന്നത് എന്തുകൊണ്ട്? തമ്പുരാൻ പറഞ്ഞു, ഭയം കൊണ്ട്, വേറെ ഒന്നുമല്ല, പേടിപ്പിച്ചിട്ടാണ്. ഞാൻ ആനയെ വളർത്തുന്നു, ചങ്ങനയില്ലാതെ ആന ഇവിടെ നടപ്പുണ്ട്. ഇതൊക്കെ എക്സെപ്ഷനാണ് ആനകളിലെ.
ആനകളിൽ ശാന്തപ്രകൃതിയും രൗദ്രപ്രകൃതിയൊക്കെ ഉണ്ട്. ശാന്തപ്രകൃതിയായ ഒരു ആന നേരത്തെ മുതൽ ഞാനുമായിട്ട് ഇണങ്ങി അതിവിടെ എൻ്റെ വീട്ടിൽ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഏതാനയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നാലും ഇങ്ങനെയൊന്നും പെരുമാറുകയില്ല. അപ്പോൾ ആനയുടെ ജനറൽ ടെൻഡൻസി ഒരു കാട്ടുമൃഗമാണ് ആന. കാട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. കാട്ടാനയെ നമ്മൾ ഓടിക്കുന്നത് ചെണ്ട കൊട്ടിയും പന്തം കൊളുത്തിയുമാണ്. ഇതിപ്പോഴും അങ്ങനെയാണ്. ആന വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പന്തം കൊളുത്തി കാണിക്കുകയും പാട്ട കൊട്ടുകയോ ചെണ്ട കൊട്ടുകയോ വലിയ ശബ്ദം കേൾപ്പിക്കുകയൊക്കെ ചെയ്യും. ഈ ശബ്ദത്തെയും വെളിച്ചത്തെയും ആനയ്ക്ക് ഭയമായതിനാൽ ആന തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ പൂമുള്ളിയെ ആറാം തമ്പുരാൻ പറഞ്ഞു, ഇതേ ആനയെയാണ് കൂച്ചു വിലങ്ങിട്ട് അമ്പലനടയിൽ അമ്പലപ്പറമ്പിൽ നിങ്ങൾ നിർത്തിയിട്ട് അതിൻ്റെ തൊട്ടു മുമ്പിൽ ചെണ്ട കൊട്ടുകയും തീവെട്ടിയും പന്തവും ഒക്കെ പിടിച്ച് കാണിച്ച് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ആനയ്ക്ക് ഉള്ളിൽ എത്ര ഭയമുണ്ടാകും. ഏത് ശബ്ദവും വെളിച്ചവും കണ്ടാണോ കാട്ടിൽ താൻ തിരിഞ്ഞോടിക്കൊണ്ടിരുന്നത് പേടിച്ചിട്ട്, തിരിഞ്ഞോടാനോ അനങ്ങാനോ പറ്റാതെ ചങ്ങലയ്ക്കിട്ടിട്ട് തൻ്റെ മുമ്പിൽ ഈ ശബ്ദവും വെളിച്ചവും കാണിക്കുമ്പോൾ ത്രൂ ഔട്ട് ആ എഴുന്നള്ളത്ത് ആനയ്ക്ക് ഭയജനകമായ ഒരു കാര്യമാണ് എന്ന് പൂമുള്ളിത്തമ്പുരാൻ പറഞ്ഞു. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് ശീലമാകുമല്ല. ഏത് ഭയവും നമുക്ക് നിവൃത്തികേട് കൊണ്ട് ശീലമായിട്ട് മാറും. അപ്പോൾ ആനയ്ക്ക് മനസ്സിലാകും മുമ്പിൽ ഈ ശബ്ദവും വെളിച്ചവും മാത്രമേ ഉള്ളൂ, ഇതെന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ആന റിലാക്സ്ഡ് ആയിട്ട് നിൽക്കും. അങ്ങനെയാണ് എഴുന്നള്ളത്തിൽ ആന നിൽക്കുന്നത്. ഈ ആനകളുടെ എഴുന്നള്ളത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അപകടങ്ങളും വർദ്ധിച്ചു. ഒരുപാട് സ്ഥലത്ത് ആന ഇടഞ്ഞു. ഉത്സവ സീസൺ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് അങ്ങനെ പോയി ഏകദേശം ഏപ്രിൽ മെയ് മാസം വരെ നീളും ഉത്സവ സീസൺ. നല്ല വെയിലുള്ളപ്പോഴൊക്കെയാണ് നമ്മൾ ആന എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെ നടത്താറുള്ളത്. അതാരുടെയും കുറ്റമല്ല, അപ്പോഴേ ഉത്സവങ്ങൾ നടത്താൻ പറ്റുള്ളൂ. മഴയത്തൊരു ഉത്സവം നടത്താൻ പറ്റില്ലല്ലോ. ആനകളുടെ എണ്ണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും മനുഷ്യൻ റിസ്ക് എടുക്കാൻ തുടങ്ങി. മതപ്പാടുള്ള ആന, അതിന് ചില മരുന്നുകളൊക്കെ കൊടുത്ത്, മയക്കുമരുന്നോ എന്തുമാകാം, അതൊക്കെ കൊടുത്ത് ഒരു കണക്കിന് കൂച്ചുവിലങ്ങൊക്കെ ഇട്ട് രണ്ട് വശത്തും പാപ്പാന്മാർ നിന്ന് ക്രൂരമായിട്ട് തല്ലി കുത്തി തോട്ടിക്ക് വലിച്ച് ഒക്കെ അനുസരിപ്പിച്ച് ഇങ്ങനെ നിർത്തും. ആനയാണെങ്കിൽ വൈൽഡാണ്. ആ സമയത്ത് മതമിളകി നിൽക്കുകയാണ്. ബട്ട് അതിനെ നമ്മൾ പിടിച്ചു നിർത്തുന്നു. ഇടയ്ക്ക് നിയന്ത്രണം വിട്ട് ചങ്ങലയും പൊട്ടിച്ച് ആന തൊട്ടടുത്ത് നിൽക്കുന്ന ആനയെ കുത്തുന്നു, ഓടുന്നു, ചാടുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതൊന്നും ആന അറിയുന്നു പോലുമില്ല. ആനയ്ക്ക് ഭ്രാന്തളകിയിരിക്കുകയാണ് ആ സമയത്ത്. ഇനി സ്വബോധത്തോടെ ആണെങ്കിൽ പോലും ആന ഒരാളെ ചവിട്ടിക്കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകുമെന്നും അയാൾക്ക് ജീവനുള്ള മറ്റൊരു ജീവിയാണെന്നും ഇതൊന്നും തിരിച്ചറിയുന്ന സ്വഭാവമല്ല ആനയുടെ. അതൊരു കാട്ടുജീവിയാണ്. മനസ്സിലായോ? കടുവ ഒരാളെ കൊല്ലുന്നത് കടുവയുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരാളുടെ ജീവൻ എടുത്തു കളയാം എന്ന് വിചാരിച്ചിട്ടല്ല. ജീവൻ എന്ന് പറയുന്നൊരു സങ്കല്പമൊന്നും കടുവയ്ക്കില്ല. അത് ജനിച്ചു, ഭക്ഷണം കഴിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ മരിക്കും. ഒന്നുകിൽ മറ്റേതെങ്കിലും മൃഗം കടുവയെ കൊല്ലും, അല്ലെങ്കിൽ വയസ്സായിട്ട് മരിക്കും. ഇതൊക്കെയാണ് വന്യമൃഗങ്ങളുടെ ജീവിതം. അപ്പോൾ അവരെ മനുഷ്യൻ്റെ കണ്ണിൽ നോക്കി കാണരുത്. ഒരു പക്ഷേ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇടയ്ക്ക് അവർ പെരുമാറുന്നുണ്ടാവാം. ആന മാത്രമല്ല, കടുവയെ വളർത്തുന്നവരുണ്ട്, പുലിയെ വളർത്തുന്നവരുണ്ട്, ഇങ്ങനെ ഇപ്പം പല രീതിയിൽ വന്യജീവികളെ മെരുക്കി വളർത്തുന്നവരുണ്ട്. ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് ഇതുപോലത്തെ പുലിയോ കടുവയോ ഒക്കെ മനുഷ്യരോട് ഇണങ്ങുന്നവരുണ്ടാവാം. അതെല്ലാം എക്സെപ്ഷൻസാണ്, റൂളല്ല. ബൈ റൂൾ, ബൈ നേച്ചർ ഇതെല്ലാം വന്യമൃഗങ്ങളാണ്. അങ്ങനെ നമുക്ക് രണ്ട് തരം ആനകളുണ്ടായി, കാട്ടാനയും നാട്ടാനയും. നാട്ടാനയെ കൊണ്ടു നടക്കാനായിട്ട് നിയമങ്ങളുണ്ടായി. കാരണം അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ നിയമമുണ്ടാകും. കോടതികൾ ഇടപെട്ടു, സുപ്രീം കോടതി ഇടപെട്ടു, ചട്ടങ്ങളുണ്ടായി. അങ്ങനെയാണ് നാട്ടാന പരിപാലന ചട്ടം ഉണ്ടാവുന്നത്. അടുത്ത കാലത്ത് ഈ ചട്ടങ്ങൾ നേരെ ചൊവ്വേ പാലിക്കുന്നില്ല എന്ന് നിരീക്ഷിച്ച കേരള ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുത്തു. സുയോമോട്ടോ എന്ന് പറയും. അത് പത്രവാർത്തയുടെ ബേസിലോ അല്ലാതെയോ ഒക്കെ കോടതിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ചില കാര്യങ്ങളിൽ കോടതികൾ സ്വമേധയാ കേസെടുക്കും. അങ്ങനെ എടുത്ത കേസാണ് ആനകളുടെ കേസ്. അങ്ങനെ എടുത്ത മറ്റൊരു കേസാണ് നമ്മുടെ
ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ കേസ്. സ്വമേധയാ ഹൈക്കോടതി അതിൽ ഇടപെടുകയായിരുന്നു. എന്നിട്ട് ആരെന്ത് ചെയ്തു, സത്യവാങ്മൂലം കൊണ്ടുപോകാം, കേന്ദ്രം പൈസ എത്ര കൊടുത്തു, കേരളം എത്ര കൊടുത്തു, എത്ര എസ്റ്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തർക്കം, വാദം, ബഹളമൊക്കെ നടക്കുന്നു. ഇതെല്ലാം കോടതി സ്വമേധയാ കയറി ഇടപെട്ട് ഇതൊന്ന് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ ആനകളുടെ കാര്യത്തിലും കേരള ഹൈക്കോടതി പണ്ടിടപെട്ടിരുന്നു. 2012 അതിനനുസരിച്ച് ചട്ടങ്ങളുണ്ടായി. നാട്ടാനകളെ എങ്ങനെ കൊണ്ടുപോകണം, ആ ഉത്സവത്തിന് എങ്ങനെ എഴുന്നള്ളിക്കണം എന്നെല്ലാം ചട്ടങ്ങളുണ്ടായി. ആ ചട്ടങ്ങളിൽ അയവ് വരുത്തി തോന്നിവാസം ആൾക്കാർ ഉത്സവങ്ങൾ നടത്തുന്നു. ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേരള ഹൈക്കോടതി കേസെടുത്തു. ആ കേസിൻ്റെ വിധി വന്നത് കഴിഞ്ഞ നവംബർ 13 അതിൽ കോടതി കക്ഷി ചേർത്തത് യൂണിയൻ ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ, പിന്നെ ആനിമൽ വെൽഫെയർ ബോർഡ്, സ്റ്റേറ്റ് ഓഫ് കേരള, പിന്നെ ഒരുപാട് വ്യക്തികൾ, MN ജയചന്ദ്രൻ, രാധാകൃഷ്ണൻ, ഗണേശൻ, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അനീഷ് മാത്യു, വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി, VK വെങ്കടാചലം, P പ്രവീൺ, അങ്ങനെ പോയി 32 പേരെയാണ് കോടതി ഇതിൽ കക്ഷി ചേർത്തത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഇത്രയും പേരുണ്ട്. ഭാഗ്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും കൂടൽമാണിക്യ ക്ഷേത്രവും ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ആ 2 പേരില്ല. അവിടെ ആന ഇല്ലാഞ്ഞിട്ടായിരിക്കാം. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഏകപ്പെട്ട വക്കീലന്മാരും ഹാജരായി. കോടതിയുടെ പ്രാഥമികമായ നിരീക്ഷണം ആനകളെ ഇപ്പോൾ വളരെ ക്രൂരമായിട്ട് ജയിലിൽ താമസിപ്പിക്കുന്ന പോലെയാണ്. നമ്മളുടെ ഗ്വണ്ടനാമോ ജയിൽ എന്നൊക്കെ പറയുമല്ലോ അമേരിക്കയിലെ, ആ ജയിലിൽ നിൽക്കാൻ പോലും പറ്റില്ല, കിടക്കാനേ പറ്റുള്ളൂ. ഈ ട്രെയിനിലെ ബെർത്ത് ക്ലോസ് ചെയ്തൊരു ട്യൂബ് പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ആളിങ്ങനെ നിരങ്ങി ഇറങ്ങിക്കൊള്ളണം. അങ്ങനത്തെ ജയിലൊക്കെ ഉണ്ട്. അതുപോലെയാണ് ആനകളെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. നേരത്തെ തന്നെ കോടതിയുടെ ഉത്തരവനുസരിച്ച് 2012 മുതൽ നിലവിലുള്ള ചട്ടങ്ങൾ, അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഓരോ ഉത്സവത്തിനും ഒരു ഉത്സവ കമ്മിറ്റി ഉണ്ടാകുമല്ലോ. ഇനി കമ്മിറ്റി ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഓരോ ജില്ലയ്ക്കും ഈ ഉത്സവ നടത്തിപ്പിനും ആനയുടെ കാര്യങ്ങൾ നോക്കാനുമായിട്ട് ഒരു ജില്ലാ കമ്മിറ്റി വേണം. ഈ ഉത്സവ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂടെ തീരുമാനിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വത്തിൽ, അവരുടെ നിരീക്ഷണത്തിൽ, RDOയോ തഹസിൽദാരോ ആരാന്ന് വെച്ചാൽ ജില്ലാ കളക്ടർ പറയുന്ന ആളിൻ്റെ നിരീക്ഷണത്തിൽ വേണം ആനകളെ എഴുന്നള്ളിക്കാൻ. അപ്പോൾ അതിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു, there shall be sufficient space between elephants used in procession and parades. ആനകൾ തമ്മിൽ സഫിഷ്യൻറ്റ് സ്പേസ് വേണം, ആവശ്യമുള്ള അകലം വേണം. ഈ ആവശ്യമുള്ള അകലം എത്രയാണ് എന്ന് കോടതി അന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ദുരുപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു അമ്പലം നിങ്ങൾ സങ്കല്പിക്കുക, അതിനകത്ത് ഒരു 3 ആനയ്ക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. 4 അമ്പലത്തിനും ചുറ്റമ്പലത്തിനും ഇടയിൽ എഴുന്നള്ളിക്കുമ്പോൾ ആ അമ്പലമുറ്റത്ത് 3 ആനയ്ക്ക് നിൽക്കാനേ സൗകര്യമുള്ളൂ. എന്നാൽ തിക്കിക്കൊള്ളിച്ചാൽ ഒരു 4 ആനയ്ക്ക് നിൽക്കാം. ഒരു ചെറിയ ആനയെ സെലക്ട് ചെയ്താൽ മതി. 3 വലിയ ആനയും പിന്നെ ഒരു ചെറിയ ആനയും. 3 വലിയ ആനയ്ക്ക് സ്വർണത്തിൻ്റെ നെറ്റിപ്പട്ടം, ചെറിയ ആനയ്ക്ക് ഒരു വെള്ളിയുടെ നെറ്റിപ്പട്ടം, അതിന് ചെറിയൊരു പൊന്നാരക്കുട. ഏതായാലും 3.5 എന്നെങ്കിലും പറയാവുന്ന രീതിയിൽ ആനയെ കൊള്ളിക്കുക. ഈ ചെറിയ ആന എന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ലാത്തതാണ്, കുസൃതിക്കാരനാണ്. അവനിങ്ങനെ ആനയും തലയിട്ട് വെട്ടിക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇതിനിടയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന വലിയ ആനയ്ക്ക് ദേഷ്യം വരും. അത് തുമ്പിക്കൈ വെച്ച് ഇവനെ തള്ളുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യും. ഇവൻ ബഹളിയാകും, ആകെ കൂടെ കുഴപ്പമാകും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കോടതി പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒഴിവിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാൻ തുടങ്ങി. നോ എലഫൻറ്റ് ഇൻ മസ്റ്റ് ഷാൽ ബി യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ഫെസ്റ്റിവൽ. മതം പൊട്ടിയ ആനയെ ഒരു കാരണവശാലും ഉത്സവത്തിന് എഴുന്നള്ളിച്ചു കൂടാ എന്ന് പറഞ്ഞു. ഇതെങ്ങനെ അറിയും? ഈ ആനയ്ക്ക് മതപ്പാടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്നത് വിദഗ്ധന്മാരായ പാപ്പാന്മാർക്കാണ്, മറ്റേ മാതംഗശാസ്ത്രം പഠിച്ച പൂമുള്ളിത്തമ്പുരാനെ പോലെയുള്ളവർക്കും ഒക്കെയാണ്. എലഫൻറ്റ് വിച്ച് ഇസ് സിക്ക്
ഇൻജുവേർഡ്, വീക്ക് ഓർ പ്രഗ്നൻറ്റ് ഷാൽ നോട്ട് ബി യൂസ്ഡ്. അസുഖമുള്ളതോ മുറിവേറ്റതോ തളർന്നതോ ഗർഭിണിയോ ആയ ആനയെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കരുത്. ഇതും തിരിച്ചറിയുന്നത് എങ്ങനെ? പാപ്പാനെ അറിയാൻ പറ്റുള്ളൂ ആനയ്ക്ക് അസുഖമുണ്ടോ ഇല്ലയോ. ആനയ്ക്ക് അസുഖമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആന നിൽക്കും, ആന ചെവിയാട്ടും. നമ്മളെ സംബന്ധിച്ചോളം ആന ഈസ് ഓക്കെ. ഒരാന നിൽക്കുന്നു, നെറ്റിപ്പട്ടമുണ്ട്, ചെവിയും ആട്ടുന്നുണ്ട് എങ്കിൽ നമ്മളെ സമയത്തോളം ആന ഹെൽത്തിയാണ്. പാപ്പാനറിയാം ഇവൻ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവന് വയറിനെന്തോ തകരാറുണ്ട്, വയറ് വീർത്തിരിക്കുന്നു. ഇതൊക്കെ പാപ്പാനെ അറിയാൻ പറ്റുള്ളൂ. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അല്ലെങ്കിൽ ഒരു വെറ്ററിനറി ഡോക്ടർ വന്നു കഴിയുമ്പോൾ അങ്ങേർക്ക് അറിയാമായിരിക്കാം, മൃഗ ഡോക്ടർക്ക്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കോടതി കൊടുത്തെങ്കിലും ഒരുപാട് ഒഴിവുകൾ, അതിനകത്ത് ഇളവുകൾ ജനങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് എഴുന്നള്ളത്ത് തുറന്നുകൊണ്ടിരുന്നു. മേക്കിംഗ് ആൻ എലഫൻറ്റ് സ്റ്റാൻഡിങ് ഇൻ സ്കോർച്ചിങ് സൺ ഫോർ ലോങ് ഡ്യൂറേഷൻസ് ഓർ ബസ്റ്റിംഗ് ക്രാക്കേഴ്സ് നിയർ ദ എലഫൻറ്റ് ഫോർ സെറിമോണിയൽ പർപ്പസ് ഷാൽ നോട്ട് ബി പെർമിറ്റഡ്. അപ്പോൾ വെയിലത്ത് ദീർഘനേരം എഴുന്നള്ളത്ത് പാടില്ല. വെടിക്കെട്ട് ആനയുടെ തൊട്ടടുത്ത് പാടില്ല. ചിലർ പറയും ആനയുടെ അടുത്തല്ലല്ലോ, 10 അടി ദൂരെയല്ലേ, അല്ലെങ്കിൽ 15 അടി ദൂരെയല്ലേ എന്ന് പറയും. ഈ ദൂരം കോടതി പറഞ്ഞിട്ടില്ല. അതുപോലെ ലോങ് ഡ്യൂറേഷൻ, ദീർഘനേരം വെയിലത്ത് നിർത്തരുത്. ദീർഘനേരം എന്ന് വെച്ചാൽ എത്ര നേരം? ചിലരുടെ ദീർഘനേരം അരമണിക്കൂറായിരിക്കാം, ചിലരുടെ ദീർഘനേരം 10 മണിക്കൂറായിരിക്കാം. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ എലഞ്ഞിത്തറ മേളം നടക്കുന്നത് നട്ടാപ്ര വെയിലത്താണ് അല്ലേ? എത്ര നേരം നടക്കും അത്? എത്ര മണിക്കൂർ ഉണ്ടാകും അത്? അതിനെ ദീർഘനേരം എന്ന് വിളിക്കുമോ? അതല്ലെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, അത്രയൊക്കെ വെയിലത്ത് നിൽക്കാം എന്ന് വിചാരിക്കും. മനുഷ്യനും നിൽക്കുന്നില്ലേ വെയിലത്ത്? വെയിലത്തും ചൂടത്തുമാണ് മനുഷ്യരുമൊക്കെ നിൽക്കുന്നത്. ഇതിന് വ്യക്തതയില്ല. ഇറ്റ് ഷാൽ ബി എൻഷുർഡ് ദാറ്റ് സഫിഷ്യൻറ്റ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ദ എലഫൻസ് ആർ പ്രൊവൈഡഡ്. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കൊടുക്കണം. എത്ര കൊടുക്കണം? മിനിമം ഇത്ര കൊടുക്കണം എന്നെങ്കിലും പറയണ്ടേ? അത് വ്യക്തമല്ല. ആവശ്യത്തിന് ഭക്ഷണം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുന്നു 2 ഇഡ്ഡലി മതി മോഹൻദാസിന്. അത്രയേ ഉള്ളൂ മോഹൻദാസിൻ്റെ ആവശ്യം. മോഹൻദാസ് മിണ്ടാപ്രാണിയുമാണ്, എനിക്ക് കൂടുതൽ വേണമെന്ന് പറയാനൊന്നും അറിയില്ല. 2 ഇഡ്ഡലി തരും, 2 ഇഡ്ഡലി ഞാൻ തിന്നും. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചെവിയും ആട്ടി നെറ്റിപ്പട്ടവും വെച്ച് ഞാൻ നിൽക്കുക. എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചു വിശപ്പ് മാറി എന്ന് തീരുമാനിച്ചു. ഇതല്ലേ പ്രശ്നം? അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ദ കമ്മിറ്റി ഷാൽ എൻഷുർ ദാറ്റ് ദ തീവെട്ടി ആർ ഹെൽഡ് എവേ ഫ്രം എലഫൻസ്. തീവെട്ടിയൊക്കെ ആനയിൽ നിന്ന് ദൂരെ വേണം പിടിക്കാൻ. എത്ര ദൂരം? ഈ ദൂരം ഓരോ സ്ഥലത്തും ഓരോ അമ്പലത്തിലും ഓരോ രീതിയിലായിരിക്കും. സ്ഥലമുള്ളിടത്ത് ഒരല്പം മാറ്റി ദൂരെയൊക്കെ പിടിക്കും. സ്ഥലമില്ലാത്തിടത്തോ ഇടുങ്ങിയ അമ്പലപ്പറമ്പ്, ഭയങ്കര ആൾക്കൂട്ടമൊക്കെ ഉള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തീവെട്ടിയും ആനയും തമ്മിലുള്ള അകലം കുറയും. ആന അത് കഴിഞ്ഞാൽ ചെണ്ടക്കാർ, കുഴലുകാർ, തൊട്ട് പിന്നിൽ തീവെട്ടിയും ആൾക്കൂട്ടവും സംഗതിയും ഒക്കെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. ഇതാണല്ലോ ഡിസൈൻ നമ്മുടെ ഉത്സവത്തിൻ്റെ. അപ്പോൾ സ്ഥലം കുറഞ്ഞു കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അടുത്തടുത്താണ് നിൽക്കുന്നത്. അതിന് ഈ തീവെട്ടി അകലെ പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ല. ദർ ഷാൽ ബി ഫെസിലിറ്റി ടു കീപ് എലഫൻസ് അണ്ടർ ഷെയ്ഡ് ഡ്യൂറിങ് ഹോട്ട് സൺ. ഇപ്പോൾ വെയിലത്താണ് ഉത്സവം നടക്കുന്നതെങ്കിലും ആനയെ തണലത്ത് നിർത്തണം. നടക്കുന്ന കാര്യമാണോ? ഞാൻ നോക്കിയിട്ട് ഈ ചെറിയ അമ്പലപ്പറമ്പുള്ള, അതായത് ചുറ്റമ്പലത്തിനും നാലമ്പലത്തിനും ഇടയിൽ സ്പേസ് കുറവുള്ള സ്ഥലത്ത് വേനപ്പന്തലിടാറുണ്ട്. തിരുവിതാംകൂർ ഭാഗത്ത് ഉത്സവ സമയത്ത് ആളുകൾക്കും ആനയ്ക്കും എല്ലാം പറ്റിയ രീതിയിൽ വളരെ പൊക്കത്തിൽ ഓല ഇങ്ങനെ വിരിച്ചിട്ട് അതിനിടയിൽ തുളകളൊക്കെ ഉണ്ടാവും. വെയിലിങ്ങനെ അതിനിടയ്ക്കൂടെ വന്നുകൊണ്ടിരിക്കും. ബട്ട് തണലാണ്, നമുക്ക് സമാധാനമായിട്ട് മരത്തണലിൽ നിൽക്കുന്ന പോലെ. മരത്തണലിൽ നിൽക്കുമ്പോഴും ചെറിയ സൂര്യരശ്മിയൊക്കെ നമ്മുടെ മേത്ത് വീഴുമല്ല, അത് സാരമില്ല. അങ്ങനെ വേനപ്പന്തലിടുന്ന അമ്പലങ്ങളുണ്ട്. പക്ഷേ എല്ലാ അമ്പലങ്ങളിലും അത് പ്രായോഗികമല്ല. വൈക്കത്തമ്പലത്തിൻ്റെ 4 വശത്തും ഇതുപോലെ പന്തലിടുന്ന കാര്യം ആലോചിച്ച് നോക്കി, അതിൻ്റെ എക്സ്പെൻസ് ആലോചിച്ച് നോക്കി. ആനയ്ക്കും ആളുകൾക്കും സഹായമാണത്, സംശയമില്ല. ഞാൻ വൈക്കത്ത് പോകുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ആ പഴുത്ത മണലിൽ ചവിട്ടാനുണ്ടല്ലോ വലിയ പ്രയാസമാണ്. ഒരു പ്രദക്ഷിണം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെർക്കൂലിയൻ ടാസ്ക്കാണ് ആ ഈ ചുട്ടുപഴുത്ത മണലിൽ. എനിവേ അവിടെ പന്തലിട്ട് കഴിഞ്ഞാൽ നല്ല കാര്യം. പക്ഷേ
പന്തലിടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പന്തലായിരിക്കും. ഇതൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. എന്നിട്ട് കോടതി പറയുന്നു, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് നോട്ട് കംപ്ലൈഡ് വിത്ത് എനി ഓഫ് ദ ഡയറക്ഷൻസ് ഇഷ്യൂഡ്. ഈ പറഞ്ഞതൊന്നും കേരള സർക്കാരോ അമ്പലങ്ങളോ ഒന്നും കേട്ടിട്ടില്ല. The state has clearly violated the orders of the Supreme Court by granting repeated extensions to abide by the directions of the Supreme Court. സുപ്രീം കോടതി കൊടുത്ത നിർദ്ദേശങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നത് 2012 ചട്ടങ്ങൾ. അത് പാലിക്കാനായിട്ട് കുറച്ചുകൂടെ സമയം വേണം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതല്ലാതെ ഈ സംസ്ഥാനമോ ഈ പറഞ്ഞ ഭക്തജനങ്ങളോ കമ്മിറ്റികളോ ആരും തന്നെ ഇത് അനുസരിക്കുന്നില്ല. എന്നാൽ ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് പല രീതിയിലുള്ള തടസ്സങ്ങൾ പറയുന്നു. ഇത് ആചാരമാണ് എന്ന് പറയുന്നു. കോടതി പറയുന്നു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളിൽ പെടുന്നതാണോ ഈ ആനയുടെ എണ്ണം? അല്ല എന്നാണ് കോടതി പറയുന്നത്. ഇത്ര ആനയെ എഴുന്നള്ളിച്ചോളണം എന്ന് ഒരു ചട്ടം അത്യപൂർവം അമ്പലങ്ങളിലേ ഉള്ളൂ. ചോറ്റാനിക്കരയിൽ 7.5 പൊന്നാന എന്ന് പറഞ്ഞ് പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റം ആചരിച്ചില്ലെങ്കിൽ ഏറ്റുമാനൂർ അമ്പലം ഇടിഞ്ഞു വീഴുമോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും അതുണ്ട് എന്ന് വേണമെങ്കിൽ വാദിക്കാം. ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ ആന നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് തന്ത്രസമുച്ചയത്തിലോ അവിടെയൊന്നും പ്രത്യേകിച്ച് അത് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നുള്ള അർത്ഥത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ എന്നാണ് കോടതി പറയുന്നത്. അതുമാത്രമല്ല, ഇതിന് ചെലവാകുന്ന തുകയും കോടതി പറയുന്നു. വി ആർ ഇൻഫോംഡ് ദാറ്റ് അബൌട്ട് 3 years ago, അതായത് 2021 എ ടെമ്പിൾ ഇൻ ദ സിറ്റി ഓഫ് കൊച്ചി സ്പെൻഡ് അബൌട്ട് ₹55 lakhs ഇൻ അറേഞ്ചിങ് എലഫൻസ് ഫോർ ആൻ 8-day ഫെസ്റ്റിവൽ. കൊച്ചി നഗരത്തിലെ ഒരു അമ്പലം 55 ലക്ഷം രൂപ 8 ദിവസം ആനയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കി എന്ന് കോടതിക്ക് റിപ്പോർട്ട് കിട്ടി. ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് കോടതി ചില ഫ്രഷ് ഡയറക്ഷൻസ് പുറപ്പെടുവിച്ചു. അതിൽ പ്രധാനം എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 3 meters ബിറ്റ്വീൻ 2 elephants. 2 ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ, അതായത് ഏകദേശം 10 അടിയായിരിക്കണം. എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 5 meters ഫ്രം ദ എലഫൻറ്റ് ടു തീവെട്ടി ഓർ എനി അതർ സോഴ്സ് ഓഫ് ഫയർ. ഒരു 15 അടി അകലത്തിലായിരിക്കണം തീവെട്ടി, പന്തം ഇതെല്ലാം. എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 8 meters ഫ്രം ദ എലഫൻറ്റ് ടു ദ പബ്ലിക് ആൻഡ് പെർക്കഷൻ ഡിസ്പ്ലേ, അതായത് ആനയും ചെണ്ടക്കാരും തമ്മിലുള്ള പബ്ലിക്കും തമ്മിലുള്ള അകലം കുറഞ്ഞത് ഒരു 25 അടിയെങ്കിലും വേണം. എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 100 meters ഈസ് മെയിൻറ്റെയിൻ ഫ്രം എനി പ്ലേസ് വെയർ ഫയർ വർക്ക്സ് ആർ യൂസ്ഡ് ആൻഡ് ദ പ്ലേസ് വെയർ എലഫൻസ് ആർ എക്സിബിറ്റഡ്. ആന നിൽക്കുന്നിടത്തു നിന്ന് 100 മീറ്ററെങ്കിലും മാറിയായിരിക്കണം വെടിക്കെട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കോടതി കൊടുത്തിരിക്കുന്നു. ഇത് എല്ലാ അമ്പലങ്ങളിലും പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അമ്പലങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഇന്നതാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ലേ ഔട്ട്, ഇവിടെ മാക്സിമം ഇന്ന ആനകളെ നിർത്തുന്നു, ഈ ഡിസ്റ്റൻസ് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയും അമ്പലത്തിൻ്റെ ആൾക്കാരും ഒരു സമവായത്തിൽ എത്തേണ്ടിയിരിക്കുന്നു. കാരണം അമ്പലം ഉത്സവം എന്ന് പറയുന്നത് യൂണിഫോമായിട്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ബാധകമാകുന്ന ഒരു ഉത്തരവിൻ്റെ പുറത്ത് നടക്കാവുന്നതല്ല. ഓരോ അമ്പലത്തിനും അതിൻ്റെ വ്യത്യസ്തകളുണ്ട്. ചെറുതും വലുതും മീഡിയം സൈസും ഒക്കെയുള്ള അമ്പലങ്ങളുണ്ട്. മുറ്റമുള്ളതുണ്ട്, മുറ്റമില്ലാത്തതുണ്ട്, വഴിയുള്ളതുണ്ട്, വഴിയില്ലാത്തതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി സ്വീപ്പിംഗ് ആയിട്ടൊരു ഓർഡർ ഇറക്കും. അത് മാറ്റി അമ്പലത്തിൻ്റെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്പല കമ്മിറ്റികളിലെ, ഉത്സവ കമ്മിറ്റികളിലെ ചുമതലയാണ്. മാത്രമല്ല, ജനറലി എനിക്ക് തോന്നിയിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള ഈ ഹൈപ്പ് ആനകളെ വെച്ചിട്ട് ഈ 55 ലക്ഷം രൂപ ആന എഴുന്നള്ളത്തിന് മാത്രം ചിലവാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര കണ്ട് അഭികാമ്യമാണോ എന്ന് ഹിന്ദു സമാജവും ആലോചിക്കണം. അതിനുള്ള ചിന്തകൾ ഉടനെ തുടങ്ങണം. ഉത്സവ സീസൺ ആരംഭിക്കുകയായി. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.